2025 അവസാനിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളെ ഒരു പുസ്തകത്തിലെ അധ്യായങ്ങൾ പോലെ മറിച്ചു നോക്കുമ്പോൾ നമ്മിൽ പലർക്കും മനസ്സിൽ ഒരു തീരുമാനമുയരും. 2026 എനിക്ക് മാറിയേ പറ്റൂ. 2026 ഇനി വെറും 21 ദിവസം മാത്രം. ഈ 21 ദിവസത്തെ പ്ലാൻ 2026 നമ്മുടെ പുതിയ വേർഷനിലേക്ക് കടക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 21 ദിവസം 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെലവിട്ട് ആർക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ് ഈ പ്ലാനിൽ ഉള്ളത്. ഇത് നമ്മുടെ ജീവിതം ഇപ്പോൾ എവിടെയാണ് എന്നത് മനസ്സിലാക്കാൻ സഹായിക്കും. പല വേദനകളെയും ഭയങ്ങളെയും വിട്ടുകളയാൻ സഹായിക്കും. ദുശീലങ്ങളും ടോക്സിക് പാറ്റേണുകളും തകർക്കാൻ സാധിക്കും. ശാന്തവും ശക്തവുമായ ദിനചര്യ നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കും. എത്രയോ സമയം നമ്മൾ പാഴാക്കി. അതോർത്ത് വിഷമിക്കാതെ പുതുവർഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ രൂപപ്പെടുത്താൻ നമുക്ക് ഇനിയുള്ള 21 ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കാം. ഡേ 1 സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം തിരിച്ചറിവ്. ആദ്യ ദിവസം ഒരു ജേണലിൽ എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് എന്ന ചോദ്യം വിലയിരുത്തുക. എ ലൈഫ് ഓഡിറ്റ്, ജോലി, ബന്ധങ്ങൾ, ആരോഗ്യസ്ഥിതി എന്നിവയെല്ലാം വിലയിരുത്തണം. ഞാനിപ്പോൾ സന്തോഷവാനാണോ? എനിക്ക് എന്താണ് കുറവ്? എൻ്റെ കഴിവുകൾ, മികവുകൾ എന്നിവ എന്താണ് ഞാൻ ഇനി മെച്ചപ്പെടുത്തേണ്ടത്? എൻ്റെ കഴിവുകൾ പൂർണ്ണമായി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നെല്ലാം സ്വയം ചോദിക്കുക. സ്വയം എത്രമാത്രം മനസ്സിലാക്കുന്നു? എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തെല്ലാം? എനിക്ക് എന്ത് വേണമെന്നാണ് ആഗ്രഹം? 2026 നമുക്ക് എവിടെ എത്തണം എന്ന തിരിച്ചറിവ് ഉണ്ടാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആദ്യ ദിവസം ചെയ്യാവുന്ന ആക്ഷൻ സ്റ്റെപ്സ്. ഇന്ന് 15 മിനിറ്റ് ഒറ്റയ്ക്ക് ഒരു ക്വയറ്റ് ടൈം കണ്ടെത്തുക. 10 മിനിറ്റ് ജേർണലിംഗ് ചെയ്യുക. എനിക്ക് ഇപ്പോൾ സന്തോഷമില്ലാത്ത മേഖല ഏതാണ്? ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ 1 മുതൽ 10 വരെ സ്കെയിലിൽ വിലയിരുത്തുക. അത് ആരോഗ്യം, കരിയർ, ഫാമിലി, ഇമോഷൻസ് തുടങ്ങി എന്തുമാകാം. ഡേ 2 ആക്സെപ്റ്റിംഗ് യുവർ ട്രൂത്ത്, സ്വന്തം സത്യങ്ങൾ മനസ്സിലാക്കൽ. ഈ ദിവസം സ്വന്തം നിലപാടുകൾ, പെരുമാറ്റങ്ങൾ, ചിന്തകൾ എന്നിവ വിലയിരുത്താം. ഇതിൽ വിലയിരുത്തേണ്ടത് എൻ്റെ പേടികൾ എന്താണ്? ഞാൻ എന്തിനെക്കുറിച്ചാണ് പ്രിട്ടൻഡ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ പ്രകടിപ്പിക്കുന്ന വ്യാജ സ്വഭാവങ്ങൾ എന്താണ്? എന്നിവയെല്ലാം തുറന്നെഴുതാം. സ്വയം കബളിപ്പിക്കുക എന്നാൽ വളർച്ചയുടെ ഏറ്റവും വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വയം സത്യസന്ധത കാണിക്കുക. ഈ ഘട്ടത്തിൽ വരുന്ന തെറ്റുകൾ എന്തുമായിക്കോട്ടെ, നെഗറ്റീവ് കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, എല്ലാം നമുക്ക് മാറ്റാനും തിരുത്താനും സാധിക്കും. ആക്ഷൻ സ്റ്റെപ്സ്. നമ്മുടെ ജേണലിൽ നമ്മുടെ 5 പേടികൾ എഴുതുക. സ്വന്തം ജീവിതത്തെക്കുറിച്ച് മനസ്സിൽ ഉള്ളതും എന്നാൽ ഓർക്കാൻ ഭയം തോന്നുന്നതുമായ ഒരു ആശങ്ക എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി എഴുതുക. ഡേ 3 റിലീസിംഗ് നെഗറ്റിവിറ്റി, നെഗറ്റിവിറ്റിയെ വിട്ടുകളയുക. ഇന്നത്തെ ലക്ഷ്യം മൈൻഡ് ക്ലീനിങ് ആണ്. പഴയ മുറിവുകൾ, നിരാശകൾ എന്നിവയെക്കുറിച്ചെല്ലാം ജേർണലിംഗ് ചെയ്യാം. നമ്മളെ വിഷമിപ്പിക്കുന്ന സെൽഫ് ടോക്ക് തിരിച്ചറിയാം. നെഗറ്റീവ് എനർജി നൽകുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കാം. ഞാൻ എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ വിടുന്നു എന്ന ചിന്തയോടെ നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ എന്നിവയെല്ലാം മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുക. ആക്ഷൻ സ്റ്റെപ്സ്. 3 നെഗറ്റീവ് ചിന്തകൾ എഴുതുക. അതിന് പോസിറ്റീവ് റീപ്ലേസ്മെന്റ് നിർദ്ദേശിക്കുക. മനസ്സിലുള്ള ഒരു പഴയ വേദന പേപ്പറിൽ വിശദമായി എഴുതുക. അത് കീറിക്കളയുക. എന്നേക്കുമായി അതിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഡേ 4 ബ്രേക്കിംഗ് ടോക്സിക് പാറ്റേൺസ്, ദോഷകരമായ പാറ്റേണുകളുടെ തിരിച്ചറിവ്. നമ്മുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നത് പാറ്റേൺസ് ആണ്. ദോഷകരമായ പാറ്റേൺസ് ഉണ്ടാക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്? ടോക്സിക് റിലേഷൻഷിപ്സ്, പ്രോക്രാസ്റ്റിനേഷൻ, ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം, ഇമോഷണൽ ഓവർ ഡിപ്പെൻഡൻസ്, വൈകാരികമായ അടിമത്തം, ഓവർ തിങ്കിങ്, പീപ്പിൾ പ്ലീസിംഗ് പെരുമാറ്റം. ഇതിൽ ഏതൊക്കെയാണ് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതിനെല്ലാം റീപ്ലേസ്മെന്റ് ബിഹേവിയേഴ്സ് കണ്ടെത്തുക. ആക്ഷൻ സ്റ്റെപ്സ്. നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 ശീലങ്ങൾ ജേണലിൽ എഴുതുക. ഓരോ ശീലത്തിനും റീപ്ലേസ്മെന്റ് ഹാബിറ്റ് എഴുതുക. ഇതിൽ ഒരു ശീലത്തിന് ഇന്ന് അതിരുകൾ സെറ്റ് ചെയ്യുക. അത് എഴുതണമെന്നില്ല, മനസ്സിൽ ചെയ്താലും മതി. പീപ്പിൾ പ്ലീസിംഗ് സ്വഭാവം മാറ്റും, ഓവർ തിങ്കിങ് മാറ്റും എന്നെല്ലാം ആകാം. ഡേ 5 സെറ്റിംഗ് പ്രയോറിറ്റീസ്, മുൻഗണനകൾ നിശ്ചയിക്കുക. ജീവിതം ഒതുങ്ങിപ്പോയതിന്റെ പ്രധാന കാരണം പ്രയോറിറ്റീസ് ഇല്ലാതിരിക്കലാണ്. ഈ ദിവസം നമുക്ക് ലൈഫ് കാറ്റഗറീസ് റാങ്ക് ചെയ്യാം. അത് കരിയർ, ഹെൽത്ത്, ഇമോഷൻസ്, റിലേഷൻഷിപ്പ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ 3 മേജർ പ്രയോറിറ്റീസ് കണ്ടെത്തുക.
ഈ കാര്യത്തിൽ ഓവർലോഡ് ഒഴിവാക്കുക. 3 പ്രയോറിറ്റികൾ മാത്രം മതി. ആക്ഷൻ സ്റ്റെപ്പ്: നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ 3 പ്രയോറിറ്റികൾ എഴുതുക. അതൊഴികെയുള്ള എല്ലാം ഇന്ന് ലോ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറ്റുക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ തന്നെ 30 മിനിറ്റ് ചെലവഴിക്കുക. ഡേ 6: ലേണിംഗ് ടു സേ നോ. ഇല്ല എന്ന് പറയൽ. നമ്മുടെ പ്രൊഡക്റ്റീവ് സമയം അപഹരിക്കുന്ന കാര്യങ്ങളോട് നോ പറയാൻ ധൈര്യം ആവശ്യമാണ്. ചില ടിപ്സ്: സോഫ്റ്റ് നോ, ഇപ്പോൾ കഴിയില്ല, പിന്നീട് ഒരിക്കൽ ചെയ്യാം. ബൗണ്ടറി നോ, ഞാനിപ്പോൾ മറ്റൊരു ജോലിയിലാണ്, ഇപ്പോൾ എനിക്കിത് സാധിക്കില്ല. ഫേം നോ, ഇല്ല, എനിക്ക് ചെയ്യാനാകില്ല. ആക്ഷൻ സ്റ്റെപ്സ്: സമയം അപഹരിക്കുന്ന കാര്യങ്ങളോട് നോ പറയുന്നത് എൻ്റെ അവകാശമാണ് എന്ന് ഇന്ന് ജേണലിൽ എഴുതുക. സോഫ്റ്റായി നോ പറയാൻ ഒരു ചെറിയ ബൗണ്ടറി സെന്റൻസ് പ്രാക്ടീസ് ചെയ്യുക. സോറി, ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. ഡേ 7: ബിൽഡിംഗ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഉണ്ടാക്കൽ. കോൺഫിഡൻസ് എന്നാൽ സ്കിൽസ് പ്ലസ് പ്രാക്ടീസ് ആണ്. ഈ ദിനത്തിൽ ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവ് അഫർമേഷൻസ്, പോസ്ചർ ആൻഡ് ബോഡി ലാംഗ്വേജ്, മൈക്രോ ഗോൾസ് എന്നിവയിലാണ്. കോൺഫിഡൻസ് ഗ്രോസ് ആസ് യു കീപ് പ്രോമിസസ് ടു യുവർ സെൽഫ്. ഇന്ന് കണ്ണാടി നോക്കി 10 പോസിറ്റീവ് അഫർമേഷൻസ് ഉറക്കെ പറയുക. ചെയ്യാൻ മടിച്ചിരുന്ന ഒരു ചെറിയ ചലഞ്ച് ഇന്ന് പൂർത്തിയാക്കുക. ശരീരത്തിന് അനുയോജ്യമായ ചെറിയ വ്യായാമങ്ങൾ ഇന്ന് തുടങ്ങുക. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്ന് തിരിച്ചറിയുക. ഡേ 8: സ്ട്രോങ് ഡെയിലി റൂട്ടീൻ. ദിനചര്യയുടെ ശക്തി. നിശ്ചിതമായ ഒരു ദിനചര്യ മനസ്സിനെ ശാന്തവും ഓർഗനൈസ്ഡും ആക്കുന്നു. 5 മിനിറ്റ് മോർണിംഗ് മൈൻഡ്ഫുൾനെസ് ശീലിക്കാം. 10 മിനിറ്റ് ക്ലീനപ്പ് ഹാബിറ്റ്. ഈവനിംഗ് റിഫ്ലക്ഷൻ. കൃത്യമായ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ. ഇത്തരം ദിനചര്യകളിൽ നിന്നാണ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. ആ ഡിസിപ്ലിൻ നമ്മളെ റിസൾട്ടിലേക്ക് നയിക്കും. ആക്ഷൻ സ്റ്റെപ്സ്: ഇന്ന് 5 മിനിറ്റ് മോർണിംഗ് റൂട്ടീൻ തുടങ്ങാം. ബ്രീത്തിംഗ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് എന്നിവ തുടങ്ങാം. 10 മിനിറ്റ് ക്ലീനപ്പ്. ഇന്നത്തെ സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് ടൈം നമുക്ക് ഫിക്സ് ചെയ്യാം. ഇന്നത്തെ ഷെഡ്യൂൾ 3 പോയിന്റായി നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഡേ 9: ടൈം മാനേജ്മെന്റ്. സമയ നിയന്ത്രണം. 80-20 റൂൾ ശീലിക്കുക. നമ്മുടെ 80% ഫലങ്ങളും നമ്മൾ ചെയ്യുന്ന 20% പ്രവൃത്തികളിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ 3 പ്രധാന ടാസ്കുകൾ കണ്ടുപിടിക്കുക. ഒരുപോലെയുള്ള ജോലികൾ ഒന്നിച്ചു ഒരു ബാച്ചാക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ആക്ഷൻ സ്റ്റെപ്സ്: ഇന്നെഴുതിയ 3 പ്രധാന ടാസ്കുകൾ ഇന്ന് തന്നെ ചെയ്യുക. 1 അവർ ഫോൺ ഡീടോക്സ്. എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു ടാസ്കിൽ പൊമോഡോറോ ടെക്നിക് അപ്ലൈ ചെയ്യുക. അതായത് 25 മിനിറ്റ് വർക്ക്, 5 മിനിറ്റ് ബ്രേക്ക്. ഇങ്ങനെ 3 റൗണ്ട് ഇന്ന് ചെയ്യുക. ഡേ 10: പ്രൊട്ടക്ടിങ് യുവർ എനർജി. ടോക്സിക് ആയ ആളുകളെ ഇന്ന് ഒഴിവാക്കുക. നമ്മുടെ സമയം അപഹരിക്കുന്ന ആളുകളോട് നോ പറയുക. 10 മിനിറ്റ് പീസ്ഫുൾ സൈലൻസ് ശീലിക്കുക. ഇന്ന് ഒരു എനർജി ബൂസ്റ്റർ പ്രവൃത്തി ചെയ്യുക. അത് മ്യൂസിക് ആകാം, നടത്തമാകാം, ഡാൻസ് ആകാം, അങ്ങനെ നമുക്കിഷ്ടമുള്ള എന്തുമാകാം. ഡേ 11: സെറ്റിംഗ് ബൗണ്ടറീസ്. അതിരുകൾ നിർമ്മിക്കൽ. ബൗണ്ടറി സെറ്റിംഗ് എന്നാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമുക്ക് ഇമോഷണൽ ബൗണ്ടറീസ്, ടൈം ബൗണ്ടറീസ്, ഡിജിറ്റൽ ബൗണ്ടറീസ്, റിലേഷൻഷിപ്പ് ബൗണ്ടറീസ് എന്നിവ നിശ്ചയിക്കാം. ആക്ഷൻ സ്റ്റെപ്സ്: 3 ബൗണ്ടറി സ്റ്റേറ്റ്മെന്റുകൾ എഴുതുക. ഉദാഹരണം: എന്റെ സമയം ഞാൻ സംരക്ഷിക്കും. നമ്മുടെ സമയം കളയുന്ന ഒരു വ്യക്തിയോട് ബൗണ്ടറി പ്രാക്ടീസ് ചെയ്യുക. അത് സോഷ്യൽ മീഡിയ ബ്ലോക്കിംഗ്, ചാറ്റ് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്യൽ എന്നിവ ആകാം. ഇന്ന് അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഒരു കാര്യത്തെ റെഫ്യൂസ് ചെയ്യുക. അപ്രധാനമായ ഒരു ചാറ്റ് മെസ്സേജിന് ഉടൻ മറുപടി നൽകാതിരിക്കൽ. എപ്പോഴും നമ്മൾ മറുപടികൾക്കായി അവൈലബിൾ ആണെന്ന ധാരണ തിരുത്തൽ തുടങ്ങി എന്തുമാകാം. ഡേ 12: ഹെൽത്തി റിലേഷൻഷിപ്പ്. ആരോഗ്യമുള്ള ബന്ധങ്ങൾ. നമ്മളെ വാല്യൂ ചെയ്യുന്ന ആളുകളെ തിരിച്ചും വാല്യൂ ചെയ്യുക. ഇത്തരം ബന്ധങ്ങൾ നമുക്ക് സമാധാനം നൽകുന്നു, വേദനയല്ല. ആക്ഷൻ സ്റ്റെപ്സ്: നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന 5 പേരുടെ പട്ടിക ഒരുക്കുക. അവർക്ക് ഇപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് മെസ്സേജ് അയക്കുക. ഇന്ന് ഗോസിപ്പ് ഒഴിവാക്കുക. വസ്തുതകൾ മാത്രം ഇന്ന് സംസാരിക്കുക. ഡേ 13: ഓവർകമ്മിങ് ഫിയർ. പേടിയെ കീഴടക്കൽ. പേടി എന്നാൽ ഇല്യൂഷനുകളുടെ കൂടെ പഴയ കണ്ടീഷനിങ് ചേരുന്നതാണ്. ഭയം മാറ്റാൻ നമുക്ക് ചെറിയ ചെറിയ നടപടികൾ എടുക്കാം. നമ്മുടെ പേടികളെ തിരിച്ചറിയുക. പേടിയുടെ കാരണം തിരിച്ചറിയുക. പേടിയുള്ള ഒരു കാര്യം ഇന്ന് ഫേസ് ചെയ്യുക. ഡേ 14: സെൽഫ് ലവ്. സ്വയം സ്നേഹം. സെൽഫ് ലവ് എന്നാൽ ഇമോഷണൽ നറിഷ്മെന്റ് ആണ്. ഇത്
സ്വയം കാണിക്കുന്ന ദയ, നമ്മളോട് തന്നെ ക്ഷമിക്കൽ, നമുക്ക് സന്തോഷം നൽകുന്ന ഹോബികൾ ചെയ്യൽ, നമ്മുടെ പരിമിതികളെ അംഗീകരിക്കൽ, നമ്മളോട് തന്നെ ദയയോടുകൂടി സംസാരിക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ആക്ഷൻ സ്റ്റെപ്സ്. സെൽഫ് കെയറിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇന്ന് ചെയ്യുക. അത് ഒരു സ്റ്റീം ബാത്ത് എടുക്കുന്നതാകാം, അതല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ആകാം, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുന്നതാകാം, അങ്ങനെ എന്തുമാകാം. അതുകൂടാതെ എനിക്ക് എന്നെക്കുറിച്ച് ഇഷ്ടമുള്ള 5 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജേണലിൽ എഴുതുക. ഡേ 15 ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്നത് സ്വാതന്ത്ര്യമുണ്ടാക്കുന്നു, അത് നമ്മുടെ ചുറ്റുപാടുകളെ രൂപപ്പെടുത്തുന്നു, അത് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നു. ആക്ഷൻ സ്റ്റെപ്സ്. 2 മിനിറ്റ് റൂൾ. 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ശീലം ഇന്ന് തുടങ്ങുക. വെള്ളം കുടിക്കാൻ മണിക്കൂർ തോറും ടൈമർ സെറ്റ് ചെയ്യുന്നതാകാം. തുടർച്ചയായി ഇരിക്കുന്ന 30 മിനിറ്റിന് ശേഷം 2 മിനിറ്റ് ചെറിയ സ്ട്രെച്ചിങ്ങിനായി എഴുന്നേൽക്കുന്നതാകാം. ഇങ്ങനെ എന്തുമാകാം. ഇത്തരം ഹാബിറ്റുകളുടെ ഒരു ട്രാക്കർ തയ്യാറാക്കുക. ഒരു ബാഡ് ഹാബിറ്റിന് ട്രിഗർ എന്താണെന്ന് കണ്ടെത്തുക. അത് മാറ്റാനായി ഒരു റീപ്ലേസ്മെന്റ് ഹാബിറ്റ് കണ്ടെത്തുക. ഡേ 16 ഡിജിറ്റൽ ഡീടോക്സ്. ഓവർ സ്റ്റിമുലേഷൻ നമ്മുടെ ശ്രദ്ധയെ കൊല്ലുന്ന ഒന്നാണ്. നമുക്ക് സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യാം. ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ ഫോൺ ഒഴിവാക്കാം. നമ്മുടെ ഡിജിറ്റൽ സ്പേസ് ക്ലീൻ ചെയ്യാം. അനാവശ്യമായ ആപ്പുകളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഒരു ദിവസം പൂർണ്ണമായും ഡിജിറ്റൽ ഡീടോക്സിനായി മാറ്റിവെക്കാം. ആക്ഷൻ സ്റ്റെപ്പ്. ഇന്ന് 30 മിനിറ്റ് ഫോൺ ഒഴിവാക്കുക. എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. ഫോണിൽ നിന്ന് 20 അനാവശ്യ ഫയലുകൾ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. ഡേ 17 ഗ്രാറ്റിറ്റ്യൂഡ്. ആക്ഷൻ സ്റ്റെപ്സ്. ഇന്ന് 5 കാര്യങ്ങൾക്ക് നന്ദി പറയുക. നമ്മുടെ 5 ചെറിയ നേട്ടങ്ങൾ ജേണലിൽ എഴുതുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് ഒരാൾക്ക് അയക്കുക. ഡേ 18 ഇമോഷണൽ ഹീലിംഗ്. മാനസിക മുറിവുകൾ സുഖപ്പെടുത്തൽ. മാനസികമായ മുറിവുകൾ സുഖപ്പെടുത്തുന്നത് പതുക്കെയാകാം, പക്ഷേ അത് തീർച്ചയായും പോസിബിൾ ആണ്. ആക്ഷൻ സ്റ്റെപ്സ്. ഇന്ന് ഒരു പെയിൻഫുൾ മെമ്മറി 10 വാചകങ്ങളിൽ എഴുതി അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഫോർഗീവ് എക്സസൈസ്. ഞാൻ ഈ വേദന എൻ്റെ മനസ്സിൽ നിന്ന് വിടുന്നു. 10 മിനിറ്റ് ശ്വാസ നിയന്ത്രണം ചെയ്യുക. ഡേ 19 ഫൈൻഡിങ് പർപ്പസ്. ജീവിത ലക്ഷ്യം കണ്ടെത്തൽ. പർപ്പസ് എന്നാൽ ക്ലാരിറ്റി പ്ലസ് മീനിങ് പ്ലസ് ഡയറക്ഷൻ ആണ്. ഈ ശീലം നമ്മളെ നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ മൂല്യങ്ങളുമായി ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു. ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇന്ന് എഴുതാം. ആക്ഷൻ സ്റ്റെപ്പ്. നമ്മുടെ 5 മികവുകൾ ഇന്ന് എഴുതി വെക്കുക. എന്താണ് എനിക്ക് സന്തോഷം നൽകുന്നത് എന്ന ചോദ്യത്തിന് 5 ഉത്തരങ്ങൾ എഴുതുക. നമ്മുടെ ഒരു മിനി പർപ്പസ് സ്റ്റേറ്റ്മെന്റ് ഇന്ന് എഴുതുക. ഡേ 20 പ്ലാനിംഗ് യുവർ ഫ്യൂച്ചർ. ഭാവി പദ്ധതി. ഭാവി കണ്ടുപിടിക്കാൻ പ്ലാനിംഗ് ആവശ്യമാണ്. ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കണം. ഒരു ഗോൾ സെറ്റിംഗ് വേണം. ഒരു 1 ഇയർ പ്ലാൻ, ഒരു 5 ഇയർ പ്ലാൻ എന്നിവ വേണം. ഈ ലക്ഷ്യങ്ങളിലേക്ക് ചേരുന്ന ശീലങ്ങൾ നമുക്ക് വേണം. ആക്ഷൻ സ്റ്റെപ്പ്. ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാം. നമ്മുടെ 1 വർഷത്തെ ഗോളുകൾ എഴുതി അതിനെ 3 മാസം വീതമുള്ള സ്റ്റെപ്പുകളായി പിരിച്ചെഴുതാം. 2026 നമ്മൾ എങ്ങനെയാകുമെന്ന് ഇപ്പോൾ ഭാവനയിൽ കണ്ട് എഴുതാം. ഡേ 21 ബിക്കമിങ് എ ന്യൂ യു. പുതിയ നമ്മളെ കണ്ടെത്തൽ. 21 ദിവസത്തിൽ നമ്മൾ നേടിയ മാറ്റങ്ങൾ ഇന്ന് റിവ്യൂ ചെയ്യാം. ചിന്തിച്ചു നോക്കാം, എന്താണ് നമ്മൾ മാറിയത്, എന്താണ് നമ്മൾ പഠിച്ചത്, എങ്ങനെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ തുടരാൻ പോകുന്നത്. ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ ആരംഭമാണ്. ഇത് നമ്മുടെ എംപവേർഡ് വേർഷൻ ആണ്. 2025 അവസാന നിമിഷങ്ങളിൽ ഒരു കാര്യം ഓർക്കുക, പുതിയ ജീവിതം ഉണ്ടാകുന്നത് ഭാഗ്യം മൂലമല്ല, നമ്മുടെ തീരുമാനത്തോടെയാണ്. ഈ 21 ദിവസം നമുക്ക് ഒരു പുതിയ തുടക്കം നൽകും. പുതിയ മനസ്സ്, പുതിയ റൂട്ടീൻ, പുതിയ ആത്മവിശ്വാസം, പുതിയ ലക്ഷ്യങ്ങൾ. പുതുവർഷം എന്നത് വെറുതെ കലണ്ടർ മാറുന്നതല്ല, അത് നമുക്ക് ജീവിതം പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. മാറ്റം വരുന്നത് ജനുവരി 1 സ്വയം സംഭവിക്കുന്ന ഒന്നല്ല. മാറ്റമുണ്ടാകുന്നത് നമ്മൾ മാറ്റം തീരുമാനിക്കുന്ന ദിവസത്തോടു കൂടിയാണ്. ഇന്നാണ് ആ ദിവസം. ഇനി നമ്മൾ തയ്യാറാണ് പഴയതിൽ നിന്ന് പുറത്തു വരാനും പുതിയത് സൃഷ്ടിക്കാനും, നമ്മുടെ സ്വന്തം പുതിയ വേർഷനിലേക്ക് മാറാനും. 2026 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വർഷമാകട്ടെ.